സാറിന്റെ എക്സസൈസ് എന്ന് പറഞ്ഞത് പ്രധാനമായിട്ട് ചുരുങ്ങുക വികസിക്കുക എന്നുള്ള പ്രകൃതിയുടെ ചലനമാണ്. ചുരുങ്ങുക വികസിക്കുക. പിന്നെ ഉള്ളത് കൈകാലുകൾ ക്രോസ് ചെയ്യുക. മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതും നിശ്വാസം ശക്തിയായി പുറത്തേക്ക് വിടാം. മാലിന്യ നിർമ്മാർജ്ജനമാണ് എക്സസൈസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 24 hours 24 മണിക്കൂറും നമ്മളുടെ മാലിന്യം പുറത്തു കളയുന്ന പ്രക്രിയയാണ് നിശ്വാസം, ആ ശ്വാസോച്ഛ്വാസം. അപ്പൊ നിശ്വാസത്തിൽ കൂടെ നമ്മളൊരു ഗ്ലാസ്സിലോ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിലേക്കോ ശ്വാസം വിട്ടു കഴിഞ്ഞാൽ അതിലെ വായു മാത്രം ആവില്ല, അതിലെ ജലത്തിന്റെ അംശം, മാലിന്യത്തിന്റെ അംശം കാണാം. അതായത് 24 മണിക്കൂറും നമ്മളുടെ ശരീരം നിശ്വാസത്തിൽ കൂടെ മാലിന്യം പുറത്തു കളയുന്നുണ്ട്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും കുറച്ചുകൂടെ കൂടുതൽ മാലിന്യം പുറത്തു കളയാനായിട്ടുള്ള ഒരു എക്സസൈസാണ് സാറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നമ്മളൊന്ന് ഇങ്ങനെ ഇരുന്ന് കൈകാലുകൾ ക്രോസ് ചെയ്ത് ശക്തിയായി ശ്വാസം പുറത്തേക്ക് വിടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കണ്ണിന്റെ ദൃഷ്ടി ദൂരേക്ക് കൊണ്ടുപോകും. ദൂരേക്ക് നോക്കുകയും പിന്നെ കൈകൾ ക്രോസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം അടുത്തേക്ക് കൊണ്ടുവരികയും കണ്ണുകൾ അടയ്ക്കുകയും ചെയ്യും. വീണ്ടും ഇതിനെ ഒന്ന് താളാത്മകമാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷി പറക്കുന്ന പോലെ കൈകൾ ഉയർത്തി മുകളിൽ നിന്ന് കൈകൾ ചുരുട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ, പമ്പിങ് കൂടുതൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിന്നിട്ടുള്ള എക്സസൈസ് തുടങ്ങുമ്പോൾ നമുക്ക് 4 നെഗറ്റീവ് പോയിന്റ്സ്, 2 കൈപ്പത്തികൾ, 2 കാൽപാദങ്ങൾ, 4 നെഗറ്റീവ് പോയിന്റ്സ് ആയിട്ട് സയന്റിഫിക്കലി പ്രൂഫ്ഡ് ആണ്. പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള പോസിറ്റീവ് പോയിന്റ്സ് ആണ് കൈകൾ വന്ന് ചേരുന്ന സ്ഥലം, കാലുകൾ വന്ന് ചേരുന്ന സ്ഥലം, പിന്നെ കണ്ണ്, മൂക്ക്, ചെവി, ബ്രെയിനിന്റെ എല്ലാ സെന്റർ ആയിട്ടുള്ള ആജ്ഞാകേന്ദ്രം. ഈ 3 പോയിന്റുകൾ നമ്മുടെ പോസിറ്റീവ് പോയിന്റ്സ് ആണ്. ഈ പോസിറ്റീവ് പോയിന്റ്സിൽ നമ്മുടെ നെഗറ്റീവ് പോയിന്റ്സുകൾ ക്രോസ് ചെയ്യുക. കൈകൾ ഈ 3 പോയിന്റിൽ കൊണ്ടുവന്നിട്ട് ക്രോസ് ചെയ്യും. നെഗറ്റീവ് പോയിന്റ്സ് 2 ക്രോസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് എഫക്റ്റ് കിട്ടുന്നു. അതിനെ കൂടെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് നിന്നിട്ടുള്ള എക്സസൈസ്. ഇതിൽ ഓരോ എക്സസൈസും 33 തവണ ചെയ്യണം. 33 തവണ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 11 തവണ ചെയ്ത് റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്ത് നമുക്ക് വല്ല ഇംബാലൻസിങ് തോന്നുന്നുണ്ടോ, വെയിറ്റ്ലെസ് തോന്നുന്നുണ്ടോ എന്ന് സ്വയം ശ്രദ്ധിക്കുക. എന്നിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അടുത്ത 33 സ്റ്റെപ്പ് ചെയ്യുക. വീണ്ടും 11 സ്റ്റെപ്പ് ചെയ്യുക. വീണ്ടും 11 സ്റ്റെപ്പ് ചെയ്യുക. അങ്ങനെ 11ന്റെ 3 പാർട്ടുകളായിട്ട് 33 പ്രാവശ്യം ചെയ്യാം. അതല്ല ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്നവര്, സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരുമിച്ച് 33 സ്റ്റെപ്പ് ചെയ്യാം, കൂടുതലും ചെയ്യാം. മിനിമം 33 സ്റ്റെപ്പ് ചെയ്തിരിക്കണം.